ഡാമേജ് ആന പീസ് നാനെ, ജോക്കർ ഇപ്പോ ഹീറോ ആണ്, കാഞ്ഞ മണ്ണ് ഈറമാണ്, സാഞ്ച തൂണ് നേരെയാണ്. ഈ വരികളൊന്ന് ഓർത്തു വെച്ചോട്ടോ. ഒരു തമിഴ് പാട്ടിന്റെ വരികളാണ് ഇത്. റസ്മിൻ ഇപ്പൊ ലൈവിൽ ഇരുന്നിട്ട് പാടുന്നത് കേട്ടു. ജാസ്മിൻ, ശ്രീതു, അർജുൻ എല്ലാം ഉണ്ട്. അർജുനും ശ്രീതുവും ഇത് കൂടെ പാടുന്നതും കേട്ടു. ഉടനെ ബിഗ് ബോസ് റസ്മിന് പേര് വിളിച്ചിട്ട് താക്കീത് കൊടുക്കുന്നു. പുറത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും പറയരുത് എന്ന്. ഇത് ജാസ്മിന് ഹിന്റ് കൊടുക്കാൻ വേണ്ടി തന്നെ റസ്മിൻ പാടിയ പാട്ടാണ് കേട്ടോ. ജോക്കർ ഹീറോ ആയി എന്ന്. ആരെ ഉദ്ദേശിച്ചാണ് ഇത് പാടിയെന്ന് മനസ്സിലായി കാണുമല്ലോ. ഡാമേജ് ആയ പീസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യങ്ങളെല്ലാം ജാസ്മിനിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു റസ്മിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് ഈ പാട്ട് പാടിയത്. അതിലെ വരികള് വെച്ചിട്ട് ജാസ്മിന് കാര്യം മനസ്സിലായി കാണും. ബിഗ് ബോസ് താക്കീത് കൊടുത്തപ്പോൾ റസ്മിൻ പറയുകയാണ്, ഞാൻ പാട്ട് പാടിയതാണ് ബിഗ് ബോസ് എന്ന്. ഒന്നും ചെയ്യാത്ത പോലെ. പാട്ടിൽ ഹിന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഈ കാണുന്ന പ്രേക്ഷകരും ബിഗ് ബോസും ഒന്നും. ഗ്രഡ്ജും പകയും ഒക്കെ ഉള്ളിൽ വെച്ച് ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ ബായുടെ ഒക്കെ ഒരു ചിന്താഗതിയെ ഞാൻ എന്തോന്ന് പറയാനാണ്. അയാൾ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ജോക്കർ ആയിരിക്കും. പാടിയ പാട്ട് കറക്റ്റ് ആണ്. പ്രേക്ഷകർക്ക് ഹീറോ തന്നെയാണ് അയാള്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോവും. വേറെ പല പേരും ഒക്കെ ഇട്ട് വിളിക്കേണ്ടി വരും. അതാണ് കേട്ടോ. ജോക്കറാണ്. നാണമില്ലല്ലോ ഇതിനൊന്നും.